ഓഫീസിലുണ്ട്. ഞങ്ങൾക്കൊരു ആശങ്കയാണ്. കാരണം ഒരു വന്യമൃഗം ഇറങ്ങി വന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി എന്നുള്ളത് എനിക്കൊരു ആശങ്കയാണ്. ചെരുപ്പിടുക. ഇന്നലെ ഇപ്പോൾ ആനക്കുട്ടി വന്നു. ഇനി നാളെ എന്ത് കാട്ടുമൃഗമാണ് ഇറങ്ങി നമ്മുടെ സ്കൂളിനെ അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഉള്ളത്. ഏകദേശം 1 മണിയായപ്പോഴാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് വന്നേ. അപ്പൊ അവിടെ വന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രദേശവാസികളെല്ലാരും പറഞ്ഞു വേഗം കുട്ടികളെ ക്ലാസ്സിലേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആനക്കൂട്ടം ഉപേക്ഷിച്ചത് ആയതുകൊണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അമ്മ ആന വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. പിള്ളേരെ റൂമിനകത്ത് കയറ്റി ലോക്ക് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പകലൊന്നും ആന വരാം, രാത്രി വരാറുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ചേകാടി നമ്മൾ ഇതിനു മുന്നേ പലതവണ നമ്മൾ ചേകാടി പ്രദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ചേകാടി പ്രദേശത്തെ വന്യമൃഗ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. എൻ്റെ ഈ പിന്നിൽ നിങ്ങൾക്ക് കാണാം അതിമനോഹരമായ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. വനത്തിനോട് ചേർന്ന പ്രദേശമാണ്. പക്ഷേ ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്നു. അതായത് ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 ഇവിടെ ഒരു കുട്ടിയാന ചേകാടി ഗവൺമെൻറ് LP സ്കൂളിൽ, ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറി. ഒരുപക്ഷെ നിങ്ങളതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വൈറലായ ഒരു സംഭവമായി പോയി. ഏതായാലും കുട്ടിയാന ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ കുറേ നേരം, ഒരു 1/4 മണിക്കൂർ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തി സൃഷ്ടിച്ച് ഇങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഏതായാലും വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. എങ്കിൽ പോലും ഒരു വന്യമൃഗമാണ്, ഒരു കാട്ടാനക്കുട്ടിയാണ്. ഒരുപക്ഷെ അതിൻ്റെ തള്ളയാനയോ മറ്റോ ഒക്കെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകില്ലായിരുന്നു സ്ഥിതി. ഏതായാലും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുട്ടിയാനയെ ഇവിടുന്ന് ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ഉണ്ടായി. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അപ്പോൾ ഞാൻ ആ സംഭവം നടന്ന ആ സ്കൂളിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ അധ്യാപകരോടും ഇവിടുത്തെ മെമ്പറോടൊക്കെ ഒന്ന് സംസാരിക്കാം കേട്ടോ. ഇതാണ് ചേകാടി ഗവൺമെൻറ് LP സ്കൂള്, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഒരു സ്കൂളാണ്. ഈ ഒരു കോമ്പൗണ്ടിലാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കാട്ടാനക്കുട്ടി എത്തിയത്. ഞാനിന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കുന്ന ഒരു ചൊവ്വാഴ്ചയാണ്. കൃത്യം 24 മണിക്കൂർ മുന്നെയാണ് ഈ ഒരു സംഭവം നടന്നത്. ഏതായാലും ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓഫീസിലുണ്ട്. ബൈക്കിൽ നിന്ന് വീണപ്പോ അതിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ചെരുപ്പിടുക. നടന്നതാ.
അയ്യോ വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സംഭവം നടന്ന, അല്ലെങ്കിൽ ഈ ഒരു കാട്ടാനക്കുട്ടി ഓടി നടക്കുന്ന ഒരു സ്കൂളാണ്, ആ ഒരു കോമ്പൗണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു കോമ്പൗണ്ടിലാണ് സംഭവം നടന്നത്. കൃത്യം പറയുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ ഈ ബൈക്കിരിക്കുന്ന ഈ ഒരു പ്രദേശം, ഇത് HMൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം. അതുപോലെ തന്നെ ഈ പുതിയ ബിൽഡിങ്, ഈ ബിൽഡിങ്ങിൻ്റെ വരാന്തയിൽ കൂടെയൊക്കെയാണ് കാട്ടാനക്കുട്ടി നടന്നത്. ഇവിടുത്തെ മെമ്പറാണ്, ഇവിടുത്തെ മെമ്പറാണ്. പേരെങ്ങനെയായിരുന്നു? രാജു ചേകാടി. ഇന്നലെ ഇവിടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കാട്ടാനക്കുട്ടി വന്നത് എങ്ങനെ, ശരിക്കും എതിലെയാണ് വന്നത്? അത് ഫോറസ്റ്റ് തൊട്ടടുത്തായത് കൊണ്ട് അതിലൂടെ ഇറങ്ങി വന്നതാണ്. ഇവിടെ കോമ്പൗണ്ട് ഇല്ല ശരിക്കും, മൊത്തം ചുറ്റുമതിൽ മൊത്തത്തിലില്ല. കാടിന്റെ ആ ഭാഗത്ത് നമുക്ക് ചുറ്റുമതിൽ വേണമെന്ന് നമ്മള് എയിനോട് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും അത് ഇങ്ങോട്ട് ഇറങ്ങിയത്. ചുറ്റുമതിൽ ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് അല്ലേ? അതെ അതെ. അപ്പൊ അതിന് എത്ര സമയം ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നു? അരമണിക്കൂർ 3/4 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇതിന് മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പകല് വന്നിട്ടില്ല, രാത്രിയിലൊക്കെ വന്നിട്ടുള്ളൂ. വലിയ ആന, പകൽ ആദ്യമായിട്ടാണ് വലിയ കാട്ടാനകൾ വന്നിട്ടുണ്ടല്ലേ? വലിയ കാട്ടാന. ഈ കുട്ടിയാനെ പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയാം? അത് ഫോറസ്റ്റുകാർ കൊണ്ടുപോയി അല്ലേ, റിലീസ് ചെയ്തിട്ടുണ്ടല്ലേ? റിലീസ് ചെയ്ത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ജനലിന്റെ പുതിയ സ്കൂളിന്റെ ജനലിന്റെ ഒരു ചെറിയൊരു ചില്ലിന് ഒരു സ്ക്രാച്ച് വന്നിട്ട്, സ്ക്രാച്ചിന് ഒട്ടിച്ചത് ഇതായിട്ടുണ്ട്. കൊമ്പ് അല്ല തുമ്പിക്കൈ എന്തോ തട്ടിയപ്പം. പിന്നെ ഒരു ബൈക്ക് തട്ടിമറിച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് കടക്കുമ്പോൾ മറിഞ്ഞതാണ്. അങ്ങനെ കാര്യമായിട്ട് നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലല്ലേ? പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ കൗതുകമായി, പക്ഷെ എന്നാലും വേറെ അപകടങ്ങളൊന്നും സംഭവിക്കാം. പിള്ളേർക്ക് കൗതുകമായി. പിള്ളേർക്ക് വലിയ ആനകളൊക്കെ എല്ലാ പിള്ളേരും കാണുന്നുണ്ട് ഇവിടുത്തെ പിള്ളേരെ. എങ്കിലും ഞങ്ങൾക്കൊരു ആശങ്കയാണ്. കാരണം ഒരു വന്യമൃഗം ഇറങ്ങി വന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി എന്നുള്ളത് എനിക്കൊരു ആശങ്കയാണ്. കാരണം ചുറ്റുമതിൽ അത്യാവശ്യമാണ് ഈ സ്കൂളിന്. സുരക്ഷിതമായിട്ടൊരു ചുറ്റുമതിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ആനക്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിന്ന് താഴെ നേരെ ഇറങ്ങി വരികയാണ് ചെയ്തത്. ആകസ്മികമായി സംഭവിച്ചതാണ്. എങ്കിൽ കൂടിയും ഒരു ആശങ്കയുണ്ട്. ആനക്കുട്ടി വന്നാലും പുറകെ വലിയ ആന വന്നാലും അത് ഇതിലും വലിയൊരു പ്രശ്നമായ. തീർച്ചയായിട്ടും ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ആനക്കൂട്ടം ഉപേക്ഷിച്ചത് ആയതുകൊണ്ട് ആന വന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അമ്മ ആന വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഈ ആനകളെ അത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് ആനകള്. പക്ഷെ ഇത് ആനകൾ ഉപേക്ഷിച്ചത് കൊണ്ട് എന്തോ അസുഖം എന്തോ ഉള്ളത് കൊണ്ടായിരിക്കാം ഉപേക്ഷിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത്. അപ്പൊ ഈ ആനയ്ക്ക് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, പ്രത്യക്ഷത്തിൽ പരിക്കോ കാര്യങ്ങളൊന്നും കണ്ടില്ല. നല്ല കൗതുകത്തോടു കൂടി സാധാരണ നമ്മുടെ തോന്നുന്ന അത് പോലെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഏകദേശം എത്ര മാസം പ്രായം അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ അവരെ? ഇല്ല, അങ്ങനെ നമുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തെ പ്രായമൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? 6 മാസമൊക്കെ ഉണ്ടല്ലേ? 6 മാസമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഏതായാലും നമ്മോടൊപ്പം ഇവിടെ ഈ സ്കൂളിൻ്റെ HM ഉണ്ട്. മാഡത്തിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സിജിമോൾ. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ HM ആയിട്ട് ചാർജ് എടുത്തത്. ഇന്നലെ ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് കുട്ടികളെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിടുന്ന സമയത്തിന് തൊട്ട് മുമ്പാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ ആനക്കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് നമ്മളെ ഇവിടെയുള്ള നമ്മുടെ പ്രദേശവാസികളെ അറിയിക്കുകയും അവരുടെ സഹായത്തോടു കൂടി ആനക്കുട്ടിയെ കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമം ഉണ്ടാവുകയും നടന്നിട്ടുണ്ട്. അവർ തുരുത്തി വിട്ടെങ്കിലും പിന്നീട് ആനക്കുട്ടി നമ്മുടെ മതിലില്ലാത്ത ഒരു ഭാഗം നമുക്ക് മതിലിൻ്റെ ചുറ്റുമതിൽ സംരക്ഷണമില്ല. അപ്പോൾ ആ സംരക്ഷണം ഇല്ലാത്ത കാടിനോട് 100 മീറ്റർ അകലം മാത്രമേ ഉള്ള ആ വശത്ത് ആ സ്ഥലത്തു കൂടിയാണ് ആനക്കുട്ടി ഇന്നലെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിലോട്ട് പ്രവേശിച്ചത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആനക്കുട്ടി വന്നു. ഇനി നാളെ എന്ത് കാട്ടുമൃഗമാണ് ഇറങ്ങി നമ്മുടെ സ്കൂളിനെ അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഉള്ളത്. കാരണം നമുക്ക് സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എത്രയും പെട്ടെന്നൊരു സംരക്ഷണ ഭിത്തി കിട്ടി നമുക്ക് സ്കൂളും ചുറ്റുപാടും 4 പാടും അടച്ചുറപ്പുള്ളതാക്കണം. കുട്ടികളെ ഒന്ന് ഗ്രൗണ്ടിൽ വിടാനോ, പിന്നെ ആനക്കുട്ടി വന്ന പോലെ ഒരു കടുവയോ പുലിയോ എന്തെങ്കിലും വന്നാൽ നമ്മുടെ കുട്ടികളുടെ ജീവന് എന്ത് സംരക്ഷണമാണ് കൊടുക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ വളരെയേറെ ആശങ്കയുണ്ട്. അപ്പം ഇനിയുള്ള അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. ടീച്ചറിന്റെ പേരെങ്ങനെയാണ്? ജീന.
ഇന്നലെ എത്ര മണിയായപ്പോഴാണ്? ഏകദേശം 1 മണി ആയപ്പോഴാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന ടൈമിലാണ് വന്നേ. അപ്പൊ അവിടെ വന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രദേശവാസികളെല്ലാരും പറഞ്ഞു വേഗം കുട്ടികളെ ക്ലാസ്സിലേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് കുട്ടികളെ എല്ലാരും ക്ലാസ്സിലേക്ക് കയറ്റി. അപ്പോൾ അതില് ഫോറസ്റ്റിലേക്ക് കയറ്റി വിട്ടായിരുന്നു പ്രദേശവാസികളെല്ലാരും കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലിറങ്ങി വന്നു. അതിലിറങ്ങി വന്നിട്ട് പിന്നെ ഇതിലെ ഇങ്ങനെ ആ വരാന്ത കൂടി കുറെ നേരം നടന്നു. പിന്നെ ഇതിന് ബിൽഡിങ്ങിന്റെ പുറകെ കൂടെ പോയി, അതിലെ പോയി, പിന്നെ ഇതിലെ കുറെ നേരം നടന്നു. അപ്പൊ തന്നെ ഫോറസ്റ്റുകാരെ അറിയിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ അവര് വന്ന് വേഗം കൊണ്ടുപോയി. നിങ്ങൾക്ക് അപ്പൊ പിള്ളേരെ അപ്പൊ എന്ത് ചെയ്തു? ലോക്ക് ചെയ്ത് പിള്ളേരെ റൂമിനകത്ത് കയറ്റി ലോക്ക് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പകലൊന്നും ആന രാത്രി വരാറുണ്ടായിരുന്നു. രാത്രി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉള്ള വാഴയൊക്കെ തിന്നിട്ടുണ്ട്. പക്ഷെ പകൽ ആദ്യമായിട്ടാണ് വരുന്നത്. പിള്ളേർക്കൊക്കെ ഓടി പരിക്കോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഒന്നുമില്ല. അതിനു മുമ്പേ ഞങ്ങൾ വേഗം ക്ലാസ്സിൽ കയറ്റി വാതിലടച്ചായിരുന്നു. വേറെ എന്തെങ്കിലും നാശനഷ്ടം? അങ്ങനെ നാശനഷ്ടമൊന്നുമില്ല. ആ ബൈക്ക് അവിടെ ഇരുന്ന് ഒരു ബൈക്ക് തള്ളിയിട്ടു എന്നല്ലാണ്ട് ഇവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് തള്ളിയിട്ടു, അല്ലാതെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. ഇപ്പൊ അവര് സംസാരിക്കുന്ന കേട്ട പോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് കോമ്പൗണ്ട് ഇല്ല, മതിലുകളില്ല, ചുറ്റുമതിലില്ല. അതുകൊണ്ട് ഈ ഒരു പ്രദേശത്തു നിന്നാണ് കാട്ടാന ഇങ്ങോട്ട് വന്നത്. ഇതിലെ വന്ന് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ വരാന്തയിൽ കൂടെയാണ് കാട്ടാന നടന്നതും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ ആ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അധ്യാപകരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം കുട്ടികൾക്ക് വേറെ അപകടങ്ങളും കാര്യങ്ങളൊന്നും വരാതെ അവർ നോക്കി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ അപകടങ്ങൾ കാര്യങ്ങളൊന്നും പറ്റിയില്ല. കാട്ടാനെ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി വലയിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, വേറെ നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായില്ല. ഏതായാലും ഈ ഒരു പ്രദേശത്തൊക്കെ കാട്ടാനക്കുട്ടി ഇന്നലെ നിന്ന് ഓഫീസിലൊക്കെ നിന്ന് കളിക്കുന്ന ഒരു രംഗങ്ങളും വീഡിയോകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ ഒരു പടമൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഏതായാലും കാട്ടാനക്കുട്ടി അഡ്മിഷൻ എടുക്കാൻ വന്നതാണെന്നും കുട്ടികളെ കാണാൻ വന്നതാണെന്നും സ്കൂളിൽ പഠിക്കാൻ വന്നതാണെന്നൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഏതായാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിപ്പോയി. ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഈ ചേകാടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഏതായാലും കാട്ടാനക്കുട്ടിയെ നിങ്ങൾ കണ്ടല്ലോ, വളരെ കൗതുകം ഉണർത്തുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ വലിയൊരു അപകടം തന്നെയാണ് അതിൻ്റെ അകത്ത് ഒഴിവായത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. കാരണം ഈ ഒരു കാട്ടാനക്കുട്ടി എന്ന് പറയുന്നത് തീരെ പ്രായം കുറഞ്ഞൊരു കാട്ടാനക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ തള്ളയാനയൊക്കെ ആ ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് കാട്ടാനക്കൂട്ടം തന്നെ ആ ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി വേറെ ലെവലിലേക്ക് പോയേനെ. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ കാട്ടാനക്കുട്ടിയെ ഉപേക്ഷിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനയെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി. ഇനി കാട്ടാനയെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ വനത്തിൽ കൊണ്ടുപോയി ഇതിനെ റിലീസിന് ചെയ്തതിന് ശേഷം ഇവർ വണ്ടിയിൽ പോകുമ്പോൾ കാട്ടാനക്കുട്ടി ഇവരുടെ വണ്ടിയുടെ പുറകെ ഓടി വരുന്ന കുറച്ച് കൗതുകരമായിട്ടുള്ള കുറച്ച് വിഷ്വൽസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിഷ്വൽസും കൂടെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം.
അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം, കാട്ടാനക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിട്ടു പോകാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പുറകെ കുറേ ദൂരം ഓടി പിന്നീട് ആ ഒരു കഥ അവിടെ അവസാനിച്ചു. പക്ഷേ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള സ്റ്റോറി അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു കാട്ടിൽ, അതായത് 6 മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു കാട്ടാനക്കുട്ടി ഇങ്ങനെ കൂട്ടം തെറ്റി ഇങ്ങനെ കാട്ടിൽ ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. കാരണം ഒന്നെങ്കിൽ അതിനെ ഏതെങ്കിലും വന്യമൃഗം, കടുവയോ അതുപോലെ തന്നെ ചെന്നായ്ക്കളോ മറ്റ് ഏതെങ്കിലും വന്യമൃഗം അതിനെ ആക്രമിച്ച് അതിനെ കൊലപ്പെടുത്തും. അതുമല്ലെങ്കിൽ അത് പട്ടിണി കിടന്ന് ചാവും. കാരണം അമ്മയുടെ പാല് കുടിക്കുന്ന ഒരു പ്രായത്തിലുള്ള ഒരു കാട്ടാനക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാല് കുടിച്ച് വളരേണ്ട ഒരു പ്രായത്തിൽ പാല് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഉണ്ടാവും. അതിന് സ്വന്തമായിട്ട് തീറ്റയെടുക്കാനൊന്നും ചിലപ്പോൾ ആയിട്ടും ഉണ്ടാകില്ല. പട്ടിണി കിടന്ന് തന്നെ അത് ചാകാനായിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അതൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നമുക്കൊരു ചിന്തിച്ചപ്പോൾ ഇങ്ങനെ നമുക്കൊരു ടെൻഷൻ തോന്നിയത്. കാരണം ഒരു ചെറിയ ഒരു കാട്ടാനക്കുട്ടിയല്ലേ. അങ്ങനെ ആ ഒരു വിഷയം ഇന്നലെ അവസാനിച്ചു. ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ഞാൻ ഇന്ന് രാവിലെയാണ് ഈ ചേകാടി ടൗണിലൊക്കെ പോയത്. അതായത് ചൊവ്വാഴ്ച രാവിലെ, ഇന്ന് ചൊവ്വാഴ്ച തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു വാർത്തയും കൂടെ വന്നു. അതായത് ഈ കാട്ടാനക്കുട്ടി തൊട്ടപ്പുറത്തുള്ള 1 കിലോമീറ്റർ അപ്പുറം ഉള്ള കർണാടക അതിർത്തിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ചേകാടി എന്നൊക്കെ പറയുന്നത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, വനാതിർത്തിയാണ്. അതുപോലെ തന്നെ കർണാടക ഫോറസ്റ്റിൻ്റെ ഒക്കെ അതിർത്തിയുണ്ട്. അപ്പോൾ കർണാടക ഫോറസ്റ്റിലേക്ക് ഈ ഒരു കാട്ടാനക്കുട്ടി പോയി കബനി നദി നീന്തി കടന്നാണ് പോയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഏതായാലും കാട്ടാനക്കുട്ടി അപ്പുറത്തെ ഫോറസ്റ്റിലെത്തി. അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ ഈ ഒരു കാട്ടാനക്കുട്ടി എത്തുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഈ ഒരു കാട്ടാനക്കുട്ടിയെ അവിടെ പിടിച്ചു വെച്ചു. അങ്ങനെ അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച് ആ കാട്ടാനക്കുട്ടിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനെ കഴുത്തിൽ കയറൊക്കെ കെട്ടി ഒരുമാതിരി നമ്മൾ ഈ വളർത്തുനായയെ കൊണ്ടുപോകുന്ന ഒരു രംഗവും നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ആ ഒരു വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഏതായാലും കാട്ടാനക്കുട്ടി സേഫായി. ഇനിയിപ്പോൾ കർണാടകയിലെ അവിടുത്തെ മൃഗപരിപാലന കേന്ദ്രത്തിലാണ് ഈ ഒരു കാട്ടാനക്കുട്ടി ഇനി തുടർന്ന് ജീവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അവരുടെ കൈ കിട്ടിയതുകൊണ്ട് ഒരുപക്ഷെ ഇനിയിപ്പോൾ കാട്ടാനക്കുട്ടിയെ അവർ തീറ്റിപ്പോറ്റി ഇനിയിപ്പോൾ നന്നാക്കുമായിരിക്കും. കൗതുകമുള്ളതും അതുപോലെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം സ്കൂളിലാണ് കാട്ടാന വന്നത്, കുഞ്ഞു മക്കളൊക്കെ പഠിക്കുന്ന സ്ഥലത്താണ്. അത് ഒരു കുഞ്ഞു കാട്ടാന ആയതുകൊണ്ട് മാത്രം നമുക്കിത്ര കൗതുകം ഒക്കെ തോന്നിയെങ്കിൽ പോലും ഒരിക്കലും ഒരു കൗതുകം തോന്നേണ്ട ഒരു വിഷയമല്ല ഇത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എത്തരത്തിലേക്കാണ് നമ്മുടെ നാട്ടിലെ വന്യജീവി പ്രശ്നം കടന്നു പോകുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ ഈ ഒരു വിഷയം മാത്രം കണ്ടാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.